വന്നിരിക്കുന്നു. ഇതെങ്ങനെ പാർവതി ഇതുമായിട്ട്? അമ്മ ഒന്ന് അനിലിന്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചേ. പുള്ളിയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരോ ഇതിന്റെ പുറകില് അൺനെസറി കളി കളിക്കുകയാണ്. ചിലപ്പോ ആ മിഷന് ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതോ റിലീജിയസ് ഗ്രൂപ്പ് നടത്തുന്ന മാനിപ്പുലേഷൻസ് ആയിരിക്കും. അമ്മ ഒന്ന് ഫോൺ ചെയ്ത് പറയൂ. ആന്റി നമുക്ക് അറിയാവുന്ന. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. പോലീസുകാരാണെങ്കിൽ ആകെ ഹെൽപ്ലെസ് ആയിട്ട് നാണം കെട്ട് നിൽക്കുക ഈ കേസിന്റെ പേരിൽ. നമ്മൾ എന്തിനു ആവശ്യമില്ലാതെ. ആന്റി ആശ്രമംകാര് ഇതിനോടകം തന്നെ ജാമ്യത്തിൽ ഇറക്കി കാണും. അത് ഞാൻ അന്വേഷിച്ചോളാം. അമ്മേ പ്ലീസ്, അനിലിന്റെ ചേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. എനിക്ക് രാവിലെ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സിന് കുട്ടികൾ വന്നിരിക്കുക. അന്നേരത്താ. സരസ്വതമ്മേ, ഞാൻ ഇറങ്ങുന്നു. നീ വല്ലതും കഴിച്ച് കോളേജിൽ പോകാൻ നോക്കൂ. ഹലോ. ഹലോ. യെസ്, ശില്പയാണ്. ഞാനിത് ആരാന്ന് വിചാരിച്ചു. അനി ഇവിടെ ഇല്ലല്ലോ. അവന്റെ ഇപ്പൊ കോളേജിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഓ, ചേട്ടനവിടെ കാണോ? ആര്, ഞാനോ? എന്തേ? ഞാനും പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു. എന്താ കാര്യം, പറഞ്ഞോളൂ. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? എനിക്ക് ചേട്ടനെ കണ്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവോ? ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം. അതെ. കുട്ടി ആ ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അവരുമായിട്ട് പരിചയം? സിസ്റ്ററിന്റെ അമ്മയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ? അമ്മയ്ക്ക് ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്നതും സിസ്റ്ററിന്റെ തന്നെയാ. ആന്റി എനിക്ക് നന്നായി അറിയാം. അവരെ ഇത് സംശയിക്കുന്ന പോലും ക്രൂവലാണ്. അത്രയ്ക്ക് പാവാ സിസ്റ്ററാന്റി. പക്ഷെ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ് കുട്ടി. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ ആരുടേതാണെന്ന് അവർക്കറിയാം. പക്ഷെ അത് ആരുടേതാണെന്ന് പറയാൻ അവർ കൂട്ടാക്കുന്നില്ല. അതെന്തോ, പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഇല്ല. ഒരു കണക്ഷനും ഇല്ല. എനിക്കറിയാം. കുട്ടിക്ക് അതെങ്ങനെ അറിയാം? എനിക്കറിയാം. ഹരികൃഷ്ണന് ഒരുപാട് സ്ത്രീകളുമായിട്ട് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ അയാൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാം അറിയുകയും ചെയ്യാം. മഞ്ഞപത്രങ്ങൾ എഴുതി വിടുന്നത് അതുപടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം, നിങ്ങളും എന്റെ അമ്മയും എന്റെ ഫ്രണ്ട്സും എല്ലാം. അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. He was so great, gentle. കുട്ടിക്കും അയാളെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എങ്ങനെ? പണ്ടു മുതലേ അറിയാമായിരുന്നു. പണ്ട് മുതലെന്ന് പറയുമ്പോ? നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ, ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടണമെന്ന്. എവിടെയെങ്കിലും വെച്ച് ഒരേ തടിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റുമല്ലോ. പറയുന്നതിന് അർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ട് പറ. മരച്ചിൽ ഓടി മാറുമോ? സോറി സർ, ഓടിമാറാൻ പറ്റില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. 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 നമ്പർ മരച്ചില്ലകൾ എവിടെയെങ്കിലും വെച്ച് കൂട്ടിത്തൊടുമായിരിക്കാം. ഒരേ തടിയിൽ നിന്ന് ചെന പൊട്ടി പോകുന്നത് കൊണ്ട് അവയ്ക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ശരി, ചെയ്യാൻ പാടില്ല തെറ്റാണ് ഞാൻ ചെയ്തത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛൻ അതൊരു വലിയ ഇഷ്യൂ ആക്കിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മാവൻ അങ്ങനെയൊക്കെ പറയും. മൂപ്പർക്ക് പണ്ട് എന്നെ കണ്ടുകൂടാ. ശ്രീയേട്ടനെല്ലാം കളി. ഓക്കെ. നീ ചൊല്ലു. എന്റെ അമ്മ, എനിക്ക് വയ്യ. Excuse me, sir. Autograph, please.
എന്താ കുട്ടിയുടെ പേര്? ശില്പ. താങ്ക് യു സാർ. ഇനി എന്താ വേണ്ടത്? സാറിനെ വർക്ക് ചെയ്യുന്നിടത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കോളേജിലൊരു ഫംഗ്ഷന്. എനിക്ക് എപ്പോഴേ തോന്നി നിന്ന് പരിങ്ങുന്ന കണ്ടപ്പോ. സോറി. താരങ്ങൾ ആരെങ്കിലും വിട്ടുതരാം. എപ്പോഴാ എന്താന്നൊക്കെയുള്ള വിവരം എന്റെ അച്ഛനോട് പറഞ്ഞാൽ ആരെ വിട്ടുതരാൻ പറ്റുമെന്ന് അയാൾ പറയും. അവരെ ആരും ഞങ്ങൾക്ക് വേണ്ട, സാറ് തന്നെ വരണം. സത്യത്തെ അതിനെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാ ഞങ്ങൾ വന്നത്. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. ഓഹോ. പ്ലീസ് സർ, കോളേജിലെ എല്ലാ കുട്ടികളുടെയും കോമൺ ഡിമാൻഡാ സാറിനെ തന്നെ കൊണ്ടുവരണമെന്ന്. പ്രസംഗിക്കാനൊന്നും വയ്യ കുട്ടി, നേരമില്ല. കണ്ടില്ലേ ഇവിടുത്തെ അംഗം? പ്രസംഗിക്കണ്ട, പിന്നെ വെറുതെ വന്ന് ആള് കാണിച്ചിട്ട് പോരാനും. മതി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയിട്ട് തിരിച്ചു പോരാം. ദാറ്റ് വി വിൽ അറേഞ്ച്. എന്നാ ഇത്? 14th. ഓ, ഷൂട്ടിംഗ് ആണല്ലോ. ഇത് മൊത്തം ഒരു 15 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ തന്നെ വിട്ടേക്കാം. നിങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെ പറയും? ഗോഡ് പ്രോമിസ്, 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഞങ്ങൾക്കും അറിയില്ലേ സാറിന്റെ ടൈമിന്റെ വാല്യൂ. ഉടനെ വിട്ടേക്കണം. വിടാ സർ. The next item in the program of this evening is distribution of prizes. I request our honorable guest, Mr. Hari Krishnan, the renowned writer and film director, to give away the prizes. Sports items, 100 meters dash. First prize, Mohanayan. Second prize, Daisy. Third prize, Nancy. Malayalam poetry. First prize, Arundhati N, second year literature. Second prize, Shilpa S, second year pre-degree. Third prize, Suryakumariya, third year history. Short story competition. First prize, Shilpa S. Second prize, Lekha Binayak. Consciousness competition. First prize, Shilpa S. എന്തായിരുന്നു ഫാൻസി ഡ്രസ് വേഷം? Overall championship, Shilpa S. എന്തവിടെ? താങ്ക് യു വെരി മച്ച് സർ. ഉള്ള പ്രൈസ് മുഴുവൻ മാറിക്കളഞ്ഞല്ലോ മിടുക്കി. ഒരു മിനിറ്റ് നിൽക്കണം, ഞാൻ ആ കാര്യം കൊണ്ടുവരാം. അപ്പൊ ഞാൻ വരട്ടെ സാർ. ശില്പയുടെ വീട് എവിടെ? നാട് ഇവിടെ ഇല്ല, വടക്കാ. ഈ സിറ്റി പക്ഷെ ഞങ്ങൾക്ക് വീടുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനില്ല. ഹീസ് നോ മോർ. മരിച്ചിട്ട് 8-10 കൊല്ലമായി. അപ്പൊ പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഷീസ് എ പ്രൊഫസർ. ഇവിടെയാണോ? അല്ല, ഗവൺമെന്റ് കോളേജിൽ. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഞാൻ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. അപ്പൊ ഈ ട്രോഫിയും പ്രൈസസും ഒക്കെ എന്ത് ചെയ്യും? ശില്പയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കില്ലേ? അമ്മ എന്തോ പറഞ്ഞോട്ടെ. എല്ലാവർക്കും ദൈവം ഇങ്ങനെ ഒരുപാട് കഴിവുകൾ വാരിക്കോരി കൊടുക്കാറില്ല. കുട്ടിക്ക് അത് തന്നിട്ടുണ്ട്. കിട്ടിയ സ്ഥിതിക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. യു മസ്റ്റ്. ശില്പയുടെ വീട്ടിൽ പോയി നോക്കണം, ഒരു ഷെൽഫ് നിറയെ ട്രോഫികളാ. ഒരു വിധത്തിൽ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ തിരക്കൂടുന്നതിന് മുമ്പ് വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്യുന്നോണ്ട് സാറിന് ബുദ്ധിമുട്ടാവോ? എനിക്ക് ഇങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തരാനും വേറെ ആരുമില്ല. അതിനെന്താ വിളിച്ചോളൂ. താങ്ക് യു സർ. വിളിക്കാൻ എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? 2 നമ്പറും ഉണ്ട്. അടുത്ത മാസം 21 വരെ ഷൂട്ടിംഗ് ഉണ്ടാവും. വിളിക്കുന്നതിന് അതിന് ശേഷം വിളിച്ചാൽ മതി. ഫാൻസി ഡ്രസ്, എലക്യൂഷൻ, പിന്നെ മിമിക്രി, ഷോർട്ട് സ്റ്റോറി, ടെന്നീസ്. ഓ, എത്രയായത്? കുറെ ഉണ്ട്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ആരായിരുന്നു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ? ഹരികൃഷ്ണൻ. ആ സിനിമാക്കാരനോ? ആ, ദി ഫേമസ്. വിമൻസ് കോളേജിലേക്ക് വിളിക്കാൻ പറ്റിയ ഒരാള്. എന്താ അതി കുഴപ്പം? കുട്ടികളുടെ യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു പുള്ളിയെ തന്നെ കൊണ്ടുവരണമെന്ന്. ഞാനും ലലിയും കിടന്ന് എന്ത് പാടുപെട്ടെന്നോ പുള്ളി ഒരു 1/2 മണിക്കൂറൊന്ന് കിട്ടാൻ. അപ്പോ അങ്ങേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയാ പറയേണ്ടത്. കേട്ടിട്ടുണ്ട് അയാളെ പറ്റി. അമ്മ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരാളെ പറ്റി വെറുതെ കയറി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത്? അദ്ദേഹം എന്ത് ഡീസന്റ് ആയിട്ടാണെന്ന് അവിടെ ബിഹേവ് ചെയ്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഹി വാസ് ഗ്രേറ്റ്, ഹാൻസം, എലഗന്റ്. എന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു. അമ്മയെ പറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? കണ്ടോ കണ്ടോ, അമ്മയുടെ പേടി കണ്ടോ? കണ്ടാ തോന്നും പുള്ളിക്കാരൻ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു കളയെന്ന്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് ഇതൊക്കെ പറയാൻ പോകുന്നത്?
സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇത്രയായിട്ടും അറിഞ്ഞുകൂടാ. അയ്യോ അമ്മേ, ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാ. എന്ന് പറഞ്ഞു ഞാൻ എന്തോ ഭയങ്കര മണ്ടത്തരം കാണിച്ച മട്ടില്ല അമ്മയുടെ വർത്തമാനം. എന്റെ എത്രയോ നാളത്തെ ഒരു അംബിഷൻ ആയിരുന്നോ പുള്ളിയുമായിട്ടൊന്ന് സംസാരിക്കാന്നുള്ളത്. അതിന്ന് സാധിച്ചു. തന്നെയല്ല, ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞാ പുള്ളിക്ക് ഫോൺ ചെയ്തോളാനും പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നടന്നു. അയാൾക്ക് ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങളെപ്പോലുള്ള വട്ടുപെൺപിള്ളേർക്ക് അയാൾ വലിയവനായിരിക്കും. ഒന്നാമത് സിനിമാക്കാരൻ. പൊതുവെ ഒരു സിനിമാക്കാരനെ പറ്റിയും അത്ര നല്ല അഭിപ്രായമില്ല. ഈ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ച്. നീ വളരെ ഇന്നസെന്റ് ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത്. പക്ഷെ അയാളുടെ ഇന്റൻഷൻസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഓ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാ അപ്പൊ ആ റിലേഷൻ കട്ട് ചെയ്യാനും എനിക്കറിയാം. നിന്നോട് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. വെറുതെ പേര് ചീത്തയാക്കാൻ നോക്കണ്ട. മേലാൽ അയാൾക്ക് ഫോൺ ചെയ്യാനൊന്നും തുടങ്ങരുത്. എന്താ വിളിച്ചാല് ഞാൻ വിളിക്കും. അന്ന് ഞാൻ നിന്റെ പ്രൈസ് മേടിക്കലും ആർട്സ് ക്ലബ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് മുഴുവൻ അവസാനിപ്പിക്കും. ഫിലിമിൽ ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങളെപ്പോലുള്ള പെമ്പിള്ളേർ ചാൻസ് ചോദിച്ചാൽ പുള്ളി പെട്ടെന്ന് തരും. സമയമാവുമ്പോ ഞാൻ ചോദിച്ചോളാം. പക്ഷെ അങ്ങേർക്ക് അതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് നേരത്തെ കഴിച്ചു വെച്ചാൽ ഈ ചുറ്റിക്കളിയുടെയും ഫോൺ വിളിയുടെയും ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആ, ഏതായാലും ഇപ്പൊ ഫോൺ ചെയ്യാൻ പോവാണല്ലോ, ബെറ്റ് വെച്ചോ. പുള്ളി 3 തരം കുട്ടിയോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. പിന്നെ വേറെ യാതൊരു പണിയില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ പെൺപിള്ളേരുടെ ഫോൺ വരുന്നു നോക്കി. കുട്ടി നോക്കിയോ, പുള്ളി ഡെഫിനറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ഷണിക്കും. എനിക്ക് കാണണമെന്ന് തോന്നിയാൽ ഞാൻ പോയി കാണുകയും ചെയ്യും. അതിനിപ്പോ എന്താ, പിടിച്ച് തിന്നുകളെ. അത്രയല്ലേ ഉള്ളൂ. തിന്നു കഴിഞ്ഞാൽ എല്ല് ബാക്കി കാണുമല്ലോ. സാർ അതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് ഒരു കലത്തിലാക്കി കടലൊഴുക്കി കളഞ്ഞാ മതി. ആ, അത് ഞാൻ ഏറ്റു. പക്ഷെ നേരത്തെ അറിയിക്കണം എല്ല് ബാക്കിയാവുന്ന ദിവസം. ഓ, ഹലോ. ഹലോ, സാറിന് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. ശില്പ. ആ മനസ്സിലായി, പ്രൈസുകാരി കുട്ടി. പിന്നെ ഒന്നുമില്ല, വിളിക്കാന്ന് പറഞ്ഞിരുന്നോണ്ട്. താങ്ക് യു. അയ്യോ, ഞാനില്ലേ താങ്ക്സ് പറയണ്ട്. പറഞ്ഞോളൂ. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ആ, അവർക്ക് വിശ്വാസമാകുന്നില്ല. പിന്നെ ഈ സാറ് വിളി വേണ്ട, അതൊരു ബോറാ. എനിക്ക് അതിനേക്കാൾ ബോറാണ്. ഒരു 2-3 വട്ടം കൂടെ സാറേന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനും. അയ്യോ, അങ്കിൾ വിളി അതിനേക്കാളും ബോറാണ്. ഞങ്ങൾ തമ്മിൽ അടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. എന്നെ അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന് ഇഷ്ടമായി. എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള്, അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി. അങ്കിളിന്റെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു. ഉഴപ്പുന്നുണ്ടോന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്കു പറഞ്ഞു. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി. ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി. ഓരോ പ്രാവശ്യം കാണുന്തോറും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും. ഞാൻ ആരെയും തിരുത്താനും മെനക്കെട്ടില്ല. അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു. എങ്ങോട്ടാ? ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടമ്മേ, ഒരു ലിറ്റററി വൺ. ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും. കാലത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കോളം കണ്ടപ്പോഴേ വിചാരിച്ചു. കണ്ടോ, അമ്മയുടെ ഒരു കള്ളം നോക്കിയട്ടെ. ഇതൊന്നും ശരിയല്ലമ്മേ, കൂടെ നിന്നുകൊണ്ടുള്ള ഒരുതരം സ്പൈയിങ്. ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫംഗ്ഷൻ അല്ലേ? നീ പോവണ്ട. എന്താ പോയാല്? തിരിച്ചു ചോദിക്കണ്ട. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. ഞാൻ ചെല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്?
ആരോടെന്ന്? എന്റെ ഫ്രണ്ട്സിനോട്. നീ ചെല്ലുമെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഉണ്ട്. ഓ, അപ്പൊ കോണ്ടാക്ട് മുറിഞ്ഞിട്ടില്ല. നശിക്കെന്തെങ്കിലും തീരുമാനിച്ചിറങ്ങിയിരിക്കുക? ഞാൻ നശിച്ചിട്ടൊന്നുമില്ല, നശിക്കുകയില്ല. വർത്തമാനം മതിയമാവുന്നു. അമ്മ എന്ത് പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോവും. എങ്കിലും ഒരു മിനിറ്റ് നിൽക്ക്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ആ മനുഷ്യനോട് 2 വാക്ക് പറയണമെന്നുണ്ട്. പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാലേ ഈ വർഗമൊക്കെ പഠിക്കൂ. വന്നോളൂ. നേരിട്ട് സംസാരിക്കുമ്പോഴേ അമ്മയ്ക്ക് അദ്ദേഹം ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാവൂ. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ പിന്നെ അങ്ങോട്ട് സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേക തരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പും ഒക്കെ തന്നെ സർഗശക്തിയുള്ള എഴുത്തുകാരൻ പോലും ഒരു നീരാളിപ്പിടുത്തത്തിൽ എന്ന പോലെ വലിച്ചുകൊണ്ടു പോകുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. ആരെന്നൊക്കെ പറഞ്ഞാലും അത് യാഥാർത്ഥ്യം. ഈ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ നമ്മൾ അതിനപ്പുറത്ത് വേറെ യാഥാർത്ഥ്യമുള്ളതുകൂടി കുറഞ്ഞൊരു കാലമായി ഇവറ്റയൊക്കെ കള്ളു കുടിച്ച് തോന്നിയാസം കാണിക്കുന്ന കാണാനായിട്ട് നിന്നെ പോലെ കുറെ എണ്ണ. ആ ഫംഗ്ഷൻ എങ്ങനെ അലങ്കോലപ്പെട്ടതിന് എന്റെ അമ്മ കൂടി ഉത്തരവാദിയാണെന്ന് എങ്ങനെ എനിക്ക് തോന്നി. അതൊന്നുമല്ല, തലവേദനയായിരുന്നെന്ന് പറഞ്ഞ് അങ്കിൾ ഒഴിഞ്ഞു. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു. എനിക്ക് വാശിയായിരുന്നു എല്ലാവരോടും. പിന്നീട് വിളിച്ചപ്പോ പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. എന്തിനാ ഇങ്ങനൊരു പുലിവാല് എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. ഏതായാലും അകലാനുള്ള ഒരു അറ്റംപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പുതുവർഷം വരികയായിരുന്നു. കൂട്ടുകാരികളുടെ ക്രിസ്മസ് കാർഡുകളുടെയും ന്യൂ ഇയർ കാർഡുകളുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാർഡ് കിട്ടിയപ്പോ എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ വാശിയായിരുന്നു. മോൾക്ക് എന്ന് മാത്രം എഴുതി നേരത്തെ ഒരു ബ്രൗൺ വരയിൽ ഒപ്പിട്ട ആ കാർഡ് മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവും. അത് കിട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, പുതുവർഷത്തെ ജനുവരി 1 ആദ്യം അവിടെ വന്ന് ഗിഫ്റ്റ് തരുന്നത് ഞാനായിരിക്കുമെന്ന്. അതുവരെ ആ കോട്ടേജ് പോയിട്ടില്ലേ? ഇല്ല, സ്ഥലമൊക്കെ എനിക്കറിയാമായിരുന്നു. എന്തോ വിളിച്ചില്ല, പോയുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം വിലക്കാൻ നോക്കി. ഞാൻ നിർബന്ധം പിടിച്ചപ്പോ ഒടുവിൽ സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്ന അവൾ